ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അനിയനൊരു റൈഡിന് പോയിട്ടുള്ളതേ. അപ്പോൾ അവിടെ നിന്ന് ഒറ്റക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് അമ്മ കറിയൊക്കെ എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരുവാന്ന് കേട്ടോ ചെയ്തത്. അമ്മ അവിടെ തനിച്ചായതുകൊണ്ട് തന്നെ അച്ഛമ്മോൻ അമ്മക്ക് കൂട്ടായിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഉച്ചയാകുമ്പോഴാണ് രണ്ടാളും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നല്ല ചെറുപയർ കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അമ്മ ചെറുപയർ കറി കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ചാറ് കറിയൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അമ്മ എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണേ. അതൊക്കെ കണ്ടിട്ടാണ് ഞാനും കുറേയൊക്കെ പഠിച്ചത്. അമ്മേൻ്റെ മീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല മസാലയൊക്കെ പിടിച്ച് ശരിക്കും നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി പോലെ ഉണ്ടാവേ. ഇന്ന് അയില ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ അയില ഫ്രൈ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അച്ഛമ്മൻ അയില ഫ്രൈ കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് നങ്ക് മീൻ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നങ്ക് മീൻ ഫ്രൈ ആക്കി. അതുപോലെ തന്നെ കുറച്ച് പപ്പടം ഉണ്ടാക്കിയേ. അപ്പോൾ ചെറുപയർ കറിയും നല്ല അടിപൊളി അയില ഫ്രൈയും നങ്ക് ഫ്രൈയും പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ചോറ് കഴിച്ചത് കേട്ടോ. ഇതിലൊരു തൈരിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആവട്ടിയായിരുന്നു കേട്ടോ. ഇതുപോലെ അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാറുകറി അല്ലാതെ ഇതുപോലെ മീൻ ഫ്രൈയും ഉപ്പേരിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ചാറുകറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും താങ്ക്